ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരൻ ജോളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ടർക്കിഷ് തർക്കം, ലൂക്ക്മാനും സണ്ണിവെയിനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞ നവംബർ 22 തീയതിയാണ് റിലീസായത്. അതിപ്പോൾ ഒരു തർക്ക വിഷയമേ വന്നിരിക്കുകയാണ്. തർക്ക വിഷയമാക്കിയതാണോ ആയതാണോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അതിന്റെ പിന്നണി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒന്നൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ പറയുന്നതനുസരിച്ചിട്ട് ചില മതമൗലികവാദികളുടെ എതിർപ്പ് മൂലം ഈ സിനിമ പിൻവലിക്കുന്നു എന്നാണ് പറയുന്നത്. തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു. ഏകദേശം 100ഓളം തിയേറ്ററിലാണ് റിലീസ് ചെയ്തിരുന്നത്. അവിടെ നിന്നൊക്കെ പിൻവലിക്കുന്നു എന്നാണ് ഇതിന്റെ പിന്നണി പ്രവർത്തകർ പറയുന്നത്. ഇതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് അതിൻ്റെതായ ചില ചിന്തകളുണ്ട്. അത് ഞാൻ റിയാക്ഷനിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഈ സിനിമ സംസാരിക്കുന്നത്, അതിന്റെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഖബറടക്കവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണെന്നാണ്. അതിലെ ജില്ലാ കളക്ടർ പറയുന്നുണ്ട് ഇതൊരു ലഹളയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സണ്ണിവെയിൻ അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ പറയുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. അങ്ങനെ വിശ്വാസപരമായി എന്തോ തർക്കം അതിൽ നടക്കുന്നുണ്ട് എന്നാണ് അതിന് ട്രെയിലർ കണ്ടാൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വർഗീയ ലഹള ഉണ്ടാകുന്ന വിഷയങ്ങൾ, മതത്തിലെ ചില കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടുള്ള സിനിമകൾ, അതൊക്കെ നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. മതമൗലികവാദികൾ അതിനെതിരെ കുടിയും പിടിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, ബൊഗൈൻവില്ല എന്ന സിനിമയിലെ പാട്ടിനെതിരെ ക്രിസ്ത്യൻ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ വിമർശനമായിട്ട് വന്നതാണ്. പക്ഷെ അതൊക്കെ പ്രേക്ഷകർ തള്ളിക്കളയും. സിനിമ കാണാൻ പോകും, സിനിമ നല്ലതാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയും, അത്രയേ ഉള്ളൂ. അപ്പോൾ മതമൗലികവാദികൾക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാത്തൊരു സ്ഥലമാണ് കേരളം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സിനിമ പിൻവലിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. എന്തായാലും നമ്മൾക്ക് ആ പത്രസമ്മേളനത്തിന്റെ വീഡിയോയിലേക്ക് പോവാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല എമൗണ്ട് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ അതൊരു 6.5 CR ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങളെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. തുടക്കം തന്നെ എനിക്ക് കല്ലേടിയാണ് തോന്നിയത്. ഏകദേശം 6 കോടി രൂപ മുടക്കി നിർമ്മിച്ച സിനിമ അത് നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. എന്താണ് ബ്രേക്ക് ചെയ്യാനുള്ള കാരണമെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ 6 കോടി രൂപ മുടക്കിയ സിനിമ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ത് ലാഭമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ പറയുന്ന പോലെ വിവാദമുള്ള ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് രണ്ടാമത് റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നാട്ടില് ഒരു സിനിമയുടെ എല്ലാ ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് കളയാനേ നേരം ഉണ്ടാവുകയുള്ളൂ. കാരണം മുമ്പത്തേക്കാൾ കൂടുതൽ മതമൗലികവാദവും ജാതീയവാദവും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തു പറഞ്ഞാലും അതിനെ ജാതീയമായിട്ടും വിശ്വാസപരമായിട്ടും മതപരമായിട്ടൊക്കെ വലിച്ചു കെട്ടി ഇത് വിശ്വാസത്തെ അവഹേളിക്കലാണ്, ജാതി അവഹേളിക്കലാണ്, സമുദായത്തെ അവഹേളിക്കലാണ്, മതത്തെ അവഹേളിക്കലാണെന്നൊക്കെ പറയാൻ ഏതൊരുത്തം വിചാരിച്ചാലും സാധിക്കും. എന്തിനു പറയുന്നു, സിനിമയിൽ ഒരു നായിക ഉടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം നോക്കിയിട്ട് മതമൗലികവാദം ഉന്നയിച്ച ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തതിനു ശേഷം എന്ത് ലാഭം ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഈ സിനിമയുടെ റേറ്റിംഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിംഗ് കാണിക്കുന്നത് IMDb 9.6 out of 10, ഫിൽമി ബീറ്റ് 3 out of 5. അപ്പോൾ ഇതിനി പെയ്ഡ് റിവ്യൂ ആണോ റേറ്റിംഗ് ആണോ എന്നുള്ളത് അറിയാം. ഏകദേശം 400-ലധികം പേരാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 400 പേരും പെയ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, നമ്മൾക്കിതൊന്നും പറയാൻ പറ്റില്ല. അത്രത്തോളം റേറ്റിംഗ് ഉണ്ടെങ്കിൽ ആളുകൾ വന്ന് കാണുകയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കേണ്ടത് എന്നാണ് എന്നെ കുഴക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. നമുക്ക് തുടർന്ന് കാണാം. വളരെ വളരെ സുവ്യക്തമായൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവിടെ ഒരു പതറിയപ്പോഴാണ് എനിക്ക് ഈ പത്രസമ്മേളനത്തിൽ സംശയം തോന്നിയത്. സ്വാഭാവികമുള്ള സംശയമായിരുന്നു. എന്തെങ്കിലും രീതിയിലൊരു കമ്മ്യൂണൽ വയലൻസോ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ ഉള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സെൻസർ ചെയ്ത സമയത്ത് അവർ കണ്ടെത്തണം. പക്ഷെ സെൻസറിങ് കഴിഞ്ഞ് വന്ന ചിത്രമാണ്. പിന്നെ എന്തിനാണ് അതിനകത്ത് കത്രിക വെക്കുന്നതെന്നാണ് ചോദ്യം. ആ ചോദ്യം ഇവർ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. ഇതിന്റെ പിന്നണി പ്രവർത്തകർ അവിടെ തപ്പിത്തടയുന്നുണ്ട്. പിന്നീട് സംസാരിക്കുന്നത് അതിന്റെ പ്രൊഡ്യൂസറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിൻവലിക്കുന്ന ആൾക്കാർ അതെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ ആണ് അവരൊന്ന് പറഞ്ഞത്. നമ്മുടെ ഡയലോഗ്സുകൾ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള സാധനമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഡയലോഗിന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റയാൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളാണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ പ്രതിനിധീകരിക്കുന്ന മതവിഭാഗം വളരെ വ്യക്തമാണ് അതിന്റെ ട്രെയിലറിൽ. പിന്നെ അദ്ദേഹം പറയുന്നു ഏതാനും ചില ഡയലോഗുകളാണ് പ്രശ്നമെന്ന്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നവാസ് സുലൈമാനാണ്, സംവിധാനം ചെയ്തിരിക്കുന്നത് നവാസ് സുലൈമാനാണ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ
നാദീഫ് ഖാലിദ് എന്ന വ്യക്തിയാണ്. കൂടെ അഡ്വക്കേറ്റ് പ്രദീപ് കുമാറുണ്ട്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അബ്ദുൾ റഹീമാണ്. എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് നൗഫൽ അബ്ദുള്ളയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പേരെടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക മതവിഭാഗം എന്ന് പറയുമ്പോൾ അത് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പേര് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിനെ ലീഡ് മുൻനിരയിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും യാതൊരു അപാകതയും കൂടാത്ത എന്ത് ഡയലോഗായിരിക്കും ബാക്കിയുള്ളവർ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു സെർച്ച് നടത്തി നോക്കി, എന്താണ് ഇവർ ഈ പറയുന്ന ഡയലോഗ്, ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന വാർത്ത ഇവർ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമുള്ള വാർത്തയാണ്. മതമൗലികവാദികളുടെ എതിർപ്പ് മൂലം സിനിമ പിൻവലിക്കപ്പെടുന്നു, ഇതാണ് വാർത്ത. ആ വാർത്തയിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കി, കാരണം ഇത്തരം കാര്യങ്ങളിൽ എഴുത്തും കുത്തും പ്രതികരണം നടക്കുന്ന ഒരു മേഖലയാണല്ലോ ഫേസ്ബുക്ക് എടുത്ത് നോക്കി. ആരെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ, ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് ഒന്നും എവിടെയും കാണുന്നില്ല. ഇവരാരെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചാണെന്ന് വെച്ചാൽ നമ്മൾക്കറിയില്ല. കാരണം ഇവരതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാത്തിടത്തോളം കാലം നമ്മൾക്കതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട. കാരണം മതമൗലികവാദികൾ കയറി മേയാനുള്ളതല്ല ഈ നാട്ടിലെ കലയും സാംസ്കാരികതയും ഒക്കെ. ഏതെങ്കിലും ഒരു മതമൗലികവാദി വിചാരിക്കുന്നിടത്ത് മാത്രമേ സിനിമയുടെ കഥയും നോവലിന്റെ കഥയും ഒക്കെ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ട കാര്യമല്ല. അത്തരം പ്രവണതകളെ എതിർക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്. അതിലൊന്നും സംശയമില്ല. കാരണം ഇപ്പോൾ എന്തിലും മതം കാണുമല്ലോ. ഭക്ഷണത്തില്, വസ്ത്രം ധരിക്കുന്നതിൽ, സിനിമയിൽ, വായനയിൽ, പുസ്തകങ്ങളിൽ, പാഠ്യവിഷയങ്ങളിൽ, എല്ലാത്തിലും മതം കൊണ്ട് എങ്ങനെ കുത്തിക്കലക്കാമെന്ന് ആലോചിക്കുന്നവരുടെയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിനെ വളം വെച്ച് കൊടുക്കാൻ മാത്രമേ ഇതുപോലുള്ള പ്രവണതകളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും മതമൗലികവാദികൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിനൊന്നൊരു വ്യക്തതയില്ല. ഞാൻ തുടർന്ന് അവരുടെ വീഡിയോ കാണുമ്പോഴും എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല. അതിനും അപ്പുറം പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ. അതായത് ഇപ്പൊ നിങ്ങളും ഇതിന്റെ എല്ലാ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത്. ഞങ്ങൾ നിഷേധിച്ചാലും സംശയമുണ്ട് ആ കാര്യത്തിൽ. ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും റേറ്റിംഗ് കിട്ടിയ ഒരു പടം വേർഡ് ഓഫ് മൗത്ത് വെച്ച് തന്നെ ഹിറ്റാവേണ്ടതാണ്, ആളുകൾ കാണേണ്ടതാണ്. ഇപ്പം നവംബർ 22 റിലീസ് ചെയ്തു, ഇന്നിപ്പോൾ 28 6 ദിവസം ഇത്രയും നല്ല റേറ്റിംഗിൽ ഓടുന്ന പടം എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇനീഷ്യൽ മൈലേജ് അതിന് ലഭിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ ബാക്കിയുള്ള തുക്കട മക്കട മതമൗലികവാദികളുടെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം എവിടെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നണി പ്രവർത്തകർ വന്ന് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ പൊതുമാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ചർച്ചയാവേണ്ടതാണ്. എങ്ങും അത്തരത്തിലൊരു ചർച്ചയെ വന്നിട്ടില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ല റേറ്റിംഗ് ഉള്ളൊരു പടം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പിൻവലിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. ആക്ച്വലി എങ്ങനെ വ്യക്തം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി ഞങ്ങളത് ഒരു ജാറം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ജാറം എന്ന് പറഞ്ഞൊരു ആരാധനാ സംഭവം ഉണ്ട് അതിനകത്ത്. ജാറം എന്ന് പറഞ്ഞാൽ നമ്മളെ അത്രയും അങ്ങോട്ട് ഒന്നും പോകണ്ടെന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പ്ലീസ്. എന്താണെന്നറിയോ, അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ ഇതാണ് എനിക്ക് ഇവരുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരുന്നത്. എന്താണ് ഇവർക്കിത് പറഞ്ഞാൽ, എന്തിനെക്കുറിച്ച് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ജാറം എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരിക്കൽ കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. ഞാൻ പോകുന്ന വഴി ഞാനൊരു ബോർഡ് കണ്ടു, ഒരു ബീവിയുടെ ജാറം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ ഇത് എന്താണെന്ന് അന്വേഷിക്കുന്നത്. മരിച്ചവരെ ധന്യാത്മാക്കളായിട്ട് ആരാധിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. പുണ്യാത്മാക്കളുടെ ഖബർ തന്നെയാണ് ഈ ജാറം എന്ന് പറയുന്നത്. ആ ജാറവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ കാണുന്നത് ശവം അടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഇഷ്യൂസായിട്ടാണ് ആ ട്രെയിലറിൽ കാണിക്കുന്നത്. നമ്മൾ സിനിമ കാണാത്രത്തോളം കാലം അത് അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അത് വ്യക്തമായി പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അങ്ങോട്ട് പോകേണ്ടതില്ല, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ആദ്യം പറഞ്ഞ ഏതാനും ചില സംഭാഷണങ്ങളാണ് പ്രശ്നമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു അവരുടെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട ജാറം അതാണ് ഒരു വിഷയമെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയോ ലിങ്ക് ചെയ്യുന്നതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ മിസ്മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്കും ഇതേ തോന്നലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കിയപ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ച് നോക്കാം. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ ഓടേണ്ടതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഔട്ട്റേജസിനെ കുറിച്ച് ഇവർ പറയുന്നു, അത്തരമൊരു കാര്യം പബ്ലിക്കിലേക്ക് വന്നിട്ടില്ല, ആർക്കും അറിയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ റേറ്റിംഗ് ഫേക്കാണ്, റേറ്റിംഗ് തെറ്റാണ്,
IMDbയിൽ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഒന്നല്ലെങ്കിൽ പെയ്ഡ് റേറ്റിംഗ് ആണ്. അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഇതൊരു 2018 സിനിമ പോലെ അല്ലെങ്കിൽ ട്രാഫിക് പോലെ ഒരു സർവൈവൽ മൂവിയാണെന്നാണ് പറയുന്നത്. എന്ത് സർവൈവലാണെന്ന് സിനിമ കാണാതെ നമുക്കറിയില്ലല്ലോ. പിന്നെ ഇവർ പറഞ്ഞിട്ടില്ല കാര്യത്തെക്കുറിച്ച്. മാത്രമല്ല, ഇവർ ഈ സംഭാഷണങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ തയ്യാറാണ്, രണ്ടാമത് എഡിറ്റ് ചെയ്ത് ഇറക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ കല്ലുകടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും പേര് ആ ക്രൂസിലുണ്ട്, ഈ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആ ക്രൂസിലുണ്ട്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കണമല്ലോ എന്നെടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മതവുമായിട്ട് ബന്ധപ്പെട്ട ആളോട് സംസാരിച്ചത് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അതിലുണ്ടോ എന്നുള്ള തരത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി റിലീസ് കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആദ്യം കണ്ടവർക്കും പിന്നീട് ഒന്നും കൂടി കാണുന്നവർക്കായിരിക്കും. പിന്നെ ഇവർ പറയുന്നത് നിങ്ങൾ ഷോ എല്ലാവർക്കും വേണ്ടി കാണിക്കാം, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാണുക. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലെന്ന്. പിന്നെ എന്തിനാ വന്നിട്ട് നിങ്ങളേത് പ്രശ്നമുണ്ടോ ഇല്ലെന്ന് അറിയുന്നത്? നിങ്ങളിപ്പോൾ പറയുമ്പോൾ അറിയുന്നത് അങ്ങനെ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അല്ലാതെ പൊതുജനങ്ങളുടെ ഇടയിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ എവിടെയോ ഇങ്ങനൊരു ചർച്ചയെ നടന്നിട്ടില്ല. ഇല്ലാത്തൊരു ചർച്ചയാണിപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും വന്ന് കാണും എന്നിട്ട് തീരുമാനിക്കുന്നു പറയാൻ. ഞങ്ങൾക്ക് നേരത്തെ ഇതിനെക്കുറിച്ചൊരു മിസ്കോൺസെപ്ഷൻ ഇല്ലാത്തവരുടെ ദിനം വന്ന് കാണുന്ന ആ സംഭവം അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് എനിക്കിവർ പറയുന്നത് അത്ര അങ്ങോട്ട് ദഹിക്കാതെ തോന്നുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു ക്ലിപ്പും കൂടെ കാണിക്കുന്നുള്ളൂ, കാരണം ഇതൊക്കെ തന്നെ തിരിച്ചും മറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഒരു പ്രത്യേക അഭിപ്രായം പറയാനല്ല, ആ രംഗത്ത് നടക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറയാമെന്ന കാര്യം അതാണ്. അതിലെ കണ്ടന്റ് ആണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ സർവൈവൽ മൂവിയാണ്. അത് നമ്മൾ ഒരു പ്രത്യേക റേഞ്ചിൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ട്രാഫിക് കണ്ടിട്ടുണ്ട്, 2018 എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു സർവൈവലും ചെറിയൊരു ഒരു സിറ്റുവേഷൻ നമ്മൾ നല്ല രീതിയിൽ ഇദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പൊ അങ്ങനെയുള്ളൊരു മൂവിയാണത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിന് മാത്രം നമ്മൾ ഒരു മൂവി എന്നുള്ള രീതിയിൽ, ഒരു സിനിമ എന്നുള്ള രീതിയിൽ, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഉണ്ടോ? മാധ്യമങ്ങൾക്കും കാര്യം മനസ്സിലായി, ഇവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും കുഴച്ചും പറയുകയാണ്. എന്തോ അവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. പല മാധ്യമങ്ങൾ അവരുടെ ബൈറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന മൈക്ക് അവർ വിഡ്രോ ചെയ്യുന്നുണ്ട്. തുടങ്ങുമ്പോൾ ഒരുപാട് മൈക്കുണ്ട്, ഇതിൻ്റെ അവസാനമാകുമ്പോഴേക്ക് നോക്കുമ്പോൾ 1-2 മൈക്ക് മാത്രമായിട്ട് അവശേഷിക്കുന്നത്. അതുവരെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഈ ഒരു പ്ലോട്ടിൽ സത്യത്തിലുള്ളതാണെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഉള്ളതാണെങ്കിൽ ഇവർ വളരെ വ്യക്തമായിട്ട് സംസാരിക്കണം, സുവ്യക്തമായിട്ട് പറയണം എന്താണ് സംഭവിച്ചത്. അല്ലാതെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുമ്പോൾ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു സിനിമയെയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെയോ ഒരു മതമൗലികവാദികളും നിയന്ത്രിക്കുന്നത് ശരിയല്ല. സിനിമയിലും ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും പുസ്തകത്തിലും വായനയിലും കലാരൂപങ്ങളിലൊക്കെ മതം കണ്ട് അതിനൊക്കെ വിമർശിക്കാൻ ഇറങ്ങുന്നവരെ ഒരിക്കലും കേരളം എന്റർടൈൻ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഇവിടെയുണ്ടെങ്കിലും അവരെയൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഇത്തരമൊരു കാര്യമായിട്ട് നിങ്ങൾ പറയുമ്പോൾ അതിൽ വ്യക്തതയുണ്ടാവണം. അല്ലാതെ കുറച്ച് ഒരു മൂടുപടമുണ്ടാക്കി, ഒരു മൂടൽമഞ്ഞുണ്ടാക്കി അതിൽ നിന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് അധപ്പതിച്ച് പോവരുത്. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു ടേക്ക്. എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.